ഹായ് ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എജ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണി താമസ് ആണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 5th യൂണിറ്റിലെ സെക്കൻഡ് ലെസൺ ആയിട്ടുള്ള പ്രിഫറൻസ് നാഷണൽ എന്ന് പറഞ്ഞ ആ ഒരു ലെസണിൻ്റെ അകത്തുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു മിക്കവാറും നിങ്ങളുടെ സ്കൂളിലൊക്കെ തന്നെയും ഈ ഒരു ലെസൺ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും അല്ലേ. അപ്പം ഈ ഒരു ലെസൺ അല്ലെ എന്താണ് ഡീൽ ചെയ്യുന്നത്? ഫത്തൗ ദയോം എന്ന് പറയുന്ന ഒരു സെനഗലീസ് റൈറ്റർ അല്ലെങ്കിൽ സെനഗലീസ് ആയിട്ടുള്ള ഒരു വുമൻ അല്ലെ, അവരുടെ ഒരു നാരേറ്റീവ് ആണത് അല്ലെ. അവർ കല്യാണം കഴിഞ്ഞ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രഞ്ച് മാനിനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അല്ലെ അവർക്ക് എന്ത് ചെയ്യാണ്, ആ ഒരു നമ്മുടെ ഫ്രാൻസിൽ എന്താണ് പുതിയൊരു നിയമം വരെയാണ് അല്ലെ. എന്താണ്, കല്യാണം കഴിഞ്ഞതിന് ശേഷം സിറ്റിസൺഷിപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ 2 വർഷം വെയിറ്റ് ചെയ്യണം എന്നുള്ളൊരു ഒരു ഭയങ്കര വിചിത്രമായിട്ടുള്ള ഒരു നിയമം വരെയാണ് ചെയ്യുന്നത്. ആൻഡ് ആ നിയമം വന്നതിന് ശേഷം അവർ ഫേസ് ചെയ്യുന്ന ഫ്രാൻസിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ ഫേസ് ചെയ്യുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടാണ് എന്ത് പറയുന്നത്, ഈ ഒരു പ്രിഫറൻസ് നാഷണൽ എന്ന് പറഞ്ഞ ഈ ഒരു ലെസണിനകത്ത് പറയുന്നത് കേട്ടോ. സോ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ഉണ്ട്. ആ ക്വസ്റ്റൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. മക്കളെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണാനുള്ള ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസ് കിട്ടണമെന്നാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന താഴെ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇതിലേക്ക് പോവാം അല്ലെ, വീഡിയോയിലേക്ക് പോവാം. യെസ്, ദോ ദ നെറേറ്റർ അപ്ലൈഡ് ഫോർ ഫ്രഞ്ച് സിറ്റിസൺഷിപ്പ്, ഹർ ആപ്ലിക്കേഷൻ ഇസ് റിജക്റ്റഡ് ബിക്കോസ് ഓഫ് ദ ന്യൂ പോളിസി അല്ലെ. അപ്പം ഫ്രഞ്ച് സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട് അവർ അപ്ലൈ ചെയ്തു. പക്ഷെ എന്താണ്, പുതിയ പോളിസി പ്രകാരം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അല്ലെ, അതായത് ഒരു ഫ്രഞ്ച് ആളെ കല്യാണം കഴിച്ചതിന് ശേഷം ഒരു ഫോറിനറിന് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു ഫത്തൗ ദയോം എന്ന് പറയുന്ന ലേഡി എന്താണ്, അവരൊരു സെനഗലീസ് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, സെനഗൽ എന്നുള്ള ഒരാളാണ്. സോ അവര് ഫോറിനർ ആയതുകൊണ്ട് തന്നെ ഒരു ഫ്രഞ്ച് ആയിട്ടുള്ള ഒരാളിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ്, 2 വർഷമെങ്കിലും അവർ ആ ഒരു മാട്രിമോണിയിൽ അല്ലെങ്കിൽ ആ ഒരു മാരേജിൽ നിലനിൽക്കണം അല്ലെ. അതിന്റെ ഇടയ്ക്ക് അവർ ഡിവോഴ്സ് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ സിറ്റിസൺഷിപ്പ് കിട്ടാതെ പോവുകയാണ് ചെയ്യുക. ഓക്കെ, സോ ഈ പോളിസി പ്രകാരം എന്ത് ചെയ്യാണ്, നമ്മുടെ ഫത്തൗ ദയോമിന് ഇത് കിട്ടുന്നില്ല, സിറ്റിസൺഷിപ്പ് കിട്ടുന്നില്ല. Disheartened by this, she decides to write an email to the Senegalese ambassador in France seeking a solution to the problem. Draft the email. അപ്പൊ എന്റെ കുട്ടികളെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ നിങ്ങൾക്ക് അല്ലെ. നിങ്ങൾ ഈ മോഡലിനും പബ്ലിക്കിനൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻസ് നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണം. നിങ്ങൾ മിക്കവാറും എങ്ങനെയാ പഠിക്കുന്നുണ്ടാവുക, എക്സാമിന് പോകുമ്പോൾ എങ്ങനെയാ പഠിക്കുന്നുണ്ടാവുക, ആകെ ഇമെയിൽ എന്ന് പറഞ്ഞു പഠിക്കും, അല്ലെങ്കിൽ ലെറ്റർ, അല്ലെങ്കിൽ എന്താ പറയാ, അപ്പൊ ഒരു നെറേറ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ആ പേരെന്താണോ അതിനനുസരിച്ച് പഠിക്കുകയാണ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നത് അങ്ങനെ നിങ്ങൾ ആ ഒരു കാര്യം മാത്രം പഠിച്ചു. ഇപ്പൊ ഇമെയിൽ ആണെങ്കിൽ ഇമെയിലിന്റെ ഫോമാറ്റ് മാത്രം പഠിച്ചു പോകുമ്പോൾ ബുദ്ധിമുട്ട് എപ്പോഴാന്ന് വെച്ചാൽ, എക്സാം ഹാളിൽ കയറുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാനുള്ള ഒരു സ്കില്ല് മനസ്സിലാവുന്നുണ്ടാവില്ല. ആ ഒരു സ്കില്ല് നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കാൻ ബുദ്ധിമുട്ടാവും. ക്വസ്റ്റ്യൻ വായിച്ചത് മനസ്സിലാവാത്ത പ്രശ്നം വരും. നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചത് നമുക്ക് ക്ലിയർ ആയിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ ആൻസേഴ്സും എന്താണ്, തെറ്റാവാൻ സാധ്യതയുണ്ട് കേട്ടോ. സോ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തുള്ള ഇങ്ങനത്തെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഇങ്ങനെ വരുന്ന വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ നിങ്ങളൊന്ന് നന്നായിട്ട് വായിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇതിനിതാ ഇത്രയും ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അവരൊരു സ്റ്റേറ്റ്മെന്റ് പറയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടായി, ഡ്രാഫ്റ്റ് ദ ഇമെയിൽ. ഇതാണ് നമ്മളോട് ഇമെയിൽ ഉണ്ടാക്കാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ. നോക്കി, ഇത്രയേ ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ് നമ്മൾക്ക് ആ ഇമെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് അല്ലെങ്കിൽ അത് ആ ഇമെയിൽ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇതിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ആർക്കാണ് മെയിൽ അയക്കേണ്ടത് അല്ലെ. ഇമെയിൽ ടു സെനഗലീസ് അംബാസഡർ ഇൻ ഫ്രാൻസ്. അപ്പൊ അദ്ദേഹത്തിനാണ് ആ ഇമെയിൽ എഴുതേണ്ടത്. ആ കാര്യം നമുക്ക് മനസ്സിലായല്ലോ. നെക്സ്റ്റ്, എന്തിനാണ് ഈ ഇമെയിൽ അയക്കുന്നത്? അവർക്ക് അല്ലെ ഫ്രഞ്ച് സിറ്റിസൺഷിപ്പ് ഇപ്പം എന്താ പറയാ പുതിയ പോളിസി പ്രകാരം അല്ലെ റിജക്റ്റഡ് ആയി, ആപ്ലിക്കേഷൻ എന്തായി, റിജക്റ്റഡ് ആയി. സോ അതിന് വേണ്ടിയിട്ട് സീക്കിംഗ് എ സൊല്യൂഷൻ അല്ലെ, ഒരു സൊല്യൂഷൻ കണ്ടെത്തിക്കൊണ്ട് അല്ലെ അതിനൊരു മറുപടി അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ, എന്തെങ്കിലും ഒരു പരിഹാരം വേണം എന്നുള്ളത് ചോദിച്ചുകൊണ്ടാണ് ആ മെയിൽ അയക്കുന്നത് കേട്ടോ. സോ നമ്മൾ കണ്ടോ, ഇത്രയും ഡീറ്റെയിൽസ് ആ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് ഫൈനലി ഇതൊരു ഇമെയിൽ ആണെന്നുള്ള ബോധം വേണം. ഇമെയിൽ ആവുന്ന സമയത്ത് ഫോമാറ്റ് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. എക്സാമിനൊക്കെ എനിക്ക് തോന്നുന്നു കുറേ പേര് തെറ്റിക്കാറുണ്ട്. ഇമെയിൽ ചോദിക്കുന്ന സമയത്ത് അവിടെ ഇമെയിലിന്റെ ഫോർമാറ്റ് അല്ലാണ്ട് എന്താ ഫ്രോമും ടൂവും ഒക്കെ കൊടുത്ത് അഡ്രസ് എഴുതി വെക്കുന്ന കുട്ടികളെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. മക്കളെ, ഈ ഇമെയിലും സാധാരണ ഒരു ലെറ്ററും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഈ കാണുന്ന ഇമെയിൽ ഐ ഡി ആണ്. ഓക്കെ, ഇമെയിൽ ഐ ഡി ആണ് കേട്ടോ. സോ മേക്ക് ഷുവർ ദാറ്റ് വൈൽ യു ആർ writing an email or preparing an email,
എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? ഒരു മെയിൽ ഐഡി ആണ്. ഇപ്പൊ ഇതിന്റെ അകത്ത് നോക്കി ambassador@senegal.gmail.com അല്ലെ, നമുക്ക് അങ്ങനെ ഒരു മെയിൽ ഐഡി കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ഒരു മെയിൽ ഐഡി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇമെയിൽ ആവുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അഡ്രസ് എഴുതേണ്ട ആവശ്യമില്ല അല്ലെ. എന്നതിന് ശേഷം നമ്മൾ നോക്കിയേ സബ്ജക്റ്റ് അല്ലെ, സബ്ജക്റ്റ് കൊടുക്കണം. സോ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ നമുക്ക് കൊടുക്കാൻ പറ്റാം? റിഗാർഡിങ് അല്ലെ, എന്താണ്? റിഗാർഡിങ് മൈ സിറ്റിസൺഷിപ്പ് അല്ലെ, ഇങ്ങനെ കൊടുക്കാം. റിഗാർഡിങ് മൈ സിറ്റിസൺഷിപ്പ്. സോ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സബ്ജക്റ്റും നമ്മൾ അവിടെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നതിന്റെ ശേഷമാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ഒരു സാല്യൂട്ടേഷൻ അല്ലെങ്കിൽ അഭിസംബോധന കൊടുക്കേണ്ടത്. സോ ഇതാണ് ഇമെയിലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് മാർക്ക് പലപ്പോഴും നഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള. ഞാൻ പറഞ്ഞല്ലോ, ഇമെയിലും ലെറ്ററിനൊക്കെ ഫോമാറ്റിന് മാർക്ക് ഉണ്ട് കേട്ടോ. സോ ആ ഫോമാറ്റ് നിങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ നിങ്ങൾക്ക് മാർക്ക് പോകും. ആ ഫോമാറ്റ് തെറ്റിച്ചത് കണ്ടാൽ തന്നെ ടീച്ചർക്ക് മനസ്സിലാവുകയും ചെയ്യും നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ല എന്നുള്ളത്. സോ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ നമ്മൾ മെയിൽ ഐ ഡി കൊടുക്കുക. സബ്ജക്റ്റിലെ എന്തിനെ കുറിച്ചാണോ ആ മെയിൽ അയക്കുന്നത് അതിനെ കുറിച്ച് പറയാം. ദെൻ എന്നിട്ട് നമ്മൾ സല്യൂട്ടേഷൻ റെസ്പെക്റ്റഡ് സർ എന്നുള്ളത് പറയാം. ഇതിപ്പോ ഇങ്ങനെ അല്ലാണ്ട് നമ്മളിപ്പോ ഒരു ഓഫീഷ്യൽ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു ലെറ്റർ അയക്കാന്ന് വിചാരിക്കുക. ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് മേലെ കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. യെസ്, നോക്കി, ഐ ഹോപ്പ് ദിസ് ഇമെയിൽ ഫൈൻഡ്സ് യു ഇൻ ഗുഡ് ഹെൽത്ത്. ഇത് നമുക്ക് പൊതുവെ ഒഫീഷ്യൽ ലെറ്റർ ആയാലും അല്ലാതെ ഇപ്പം ഫോർമൽ ലെറ്റർ ആയാലും അല്ലെങ്കിൽ ഇൻഫോർമൽ ലെറ്റർ ആയാലും രണ്ടിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സംഗതിയാണ് കേട്ടോ. എന്താണ്? ഐ ഹോപ്പ് ദിസ് ഇമെയിൽ ഫൈൻഡ്സ് യു ഇൻ ഗുഡ് ഹെൽത്ത് എന്ന് വെച്ചാൽ ഈ കത്ത് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് സുഖമാണെന്ന് പ്രതീക്ഷിക്കട്ടെ എന്നുള്ളതാണ് കേട്ടോ. ദെൻ ഐ എം റൈറ്റിംഗ് ടു സീക്ക് യുവർ കൈൻഡ് ഇന്റർവെൻഷൻ റിഗാർഡിംഗ് ദ സീരിയസ് ഡിഫിക്കൽട്ടീസ് ഐ എം ഫേസിംഗ് ഇൻ ഫ്രാൻസ് ഡ്യൂ ടു റീസെന്റ് ചേഞ്ചസ് ഇൻ ദ സിറ്റിസൺഷിപ്പ് ലോ. അല്ലെ, ഞാൻ ഈ കത്ത് എന്തിനു വേണ്ടിയിട്ടാണ് എഴുതുന്നത്? ഫോർ യുവർ കൈൻഡ് ഇന്റർവെൻഷൻ അല്ലെ, നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയാണ്. റിഗാർഡിംഗ് ദ സീരിയസ് ഡിഫിക്കൽട്ടീസ് ഐ എം ഫേസിംഗ് ഇൻ ഫ്രാൻസ്. ഫ്രാൻസിൽ ഞാൻ അനുഭവിക്കുന്ന കുറെ ബുദ്ധിമുട്ടുകളുണ്ട്, അതിലേക്കൊന്ന് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. ഡ്യൂ ടു റീസെന്റ് ചേഞ്ചസ് ഇൻ സിറ്റിസൺഷിപ്പ് ലോസ്. സിറ്റിസൺഷിപ്പിലെ പുതിയ ലോസിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ കാരണം ഞാൻ അനുഭവിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഇൻവൈറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. ദെൻ നോക്കിയേ, ഇനി അപ്പൊ നമ്മൾ ആ ഇൻട്രൊഡക്ഷൻ അവിടെ പറഞ്ഞു കേട്ടോ. ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ. ഇനി എന്താണ് കാര്യം എന്നുള്ളതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. നോക്കണേ, I am a Senegalese national married to a French citizen and have been living in France for the past few years. അല്ലെ, ഞാനൊരു എന്താ പറയുക, സെനഗലീസ് ആയിട്ടുള്ള സിറ്റിസൺ ആണ് ആൻഡ് ഒരു ഫ്രഞ്ച് മനുഷ്യനെ കല്യാണം കഴിച്ചതിന് ശേഷം എന്താണ് കുറച്ച് വർഷമായിട്ട് ഞാൻ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. Though I applied for French citizenship, my application has been rejected under the new policy which delays citizenship for foreign spouses. So ആ കാര്യം എത്ര ക്ലിയർ ആയിട്ട് അത് പറഞ്ഞത് നോക്കി. Though I applied for French citizenship, ഞാൻ ഫ്രഞ്ച് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്തിട്ടും my application has been rejected. എൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആവുകയാണ് ചെയ്തത്. Under the new policy which delays citizenship for foreign spouses. അപ്പൊ അതാണ് ആ കാരണം കേട്ടോ. നിങ്ങൾ അതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക അല്ലെ. ഫോറിൻ സ്പൗസസിന് സിറ്റിസൺഷിപ്പ് ഡിലേ ചെയ്യാണ് പുതിയ പോളിസി ചെയ്യുന്നത്. ആസ് റിസൾട്ട് ഐ ഹാവ് ലോസ്റ്റ് മൈ ലീഗൽ റൈറ്റ് ടു വർക്ക് ആൻഡ് ഏൺ എ ലിവിംഗ്. അതിന്റെ കാരണമായി, ആസ് എ റിസൾട്ട് അല്ലെ, തൻഫലമായി, അതിന്റെ കാരണം, അതിന്റെ ഒരു അനന്തരഫലമായിട്ട് എനിക്ക് എന്താണ്, ജോലി എടുക്കാൻ കഴിയുന്നില്ല. ഡിസ്പൈറ്റ് ഹോൾഡിംഗ് വാലിഡ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഫ്രം ഫ്രാൻസ്. ഫ്രാൻസിൽ നിന്നുള്ള വാലിഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എനിക്ക് ഉണ്ടായിരുന്നിട്ട് പോലും ഐ ആം റിപ്പീറ്റഡ്ലി ഡിനൈഡ് എംപ്ലോയ്മെന്റ്. എനിക്ക് എന്താണ്, തുടർച്ചയായില്ലേ, റിപ്പീറ്റഡ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ഈ പറഞ്ഞു തരുന്ന വാക്കുകളുടെ അർത്ഥം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ഇപ്പം ക്ലിയർ ആക്കി വെച്ചാലുള്ള എക്സാം ആകുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആക്കി ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി കഴിയാം കേട്ടോ. സോ ഐ ആം റിപ്പീറ്റഡ്ലി അല്ലേ, ഞാൻ എന്താണ്, ഡിനൈഡ് എംപ്ലോയ്മെന്റ്, എനിക്ക് തുടർച്ചയായിട്ട് എന്താണ്, ഒരു ജോലി നിരസിക്കപ്പെടുക ചെയ്യുന്നത്. I am treated with suspicion and discrimination because of my nationality and skin color. അല്ലെ, എന്നെ എല്ലാവരും വളരെയധികം സംശയത്തോടു കൂടിയും ആൻഡ് വിവേചനത്തോടു കൂടി, ഡിസ്ക്രിമിനേഷൻ, ഇത് എക്സാം ഹാളിൽ നമുക്ക് വാക്ക് കിട്ടൂല. അയ്യോ, വിവേചനം വേർതിരിവ്, എന്താണ് ഡിസ്ക്രിമിനേഷൻ because of my nationality and skin color. This has caused me immense mental stress and loss of dignity. ഇത് കാരണം എനിക്ക് എന്തുണ്ടായിട്ടുണ്ട്, വല്ലാതെ മെന്റൽ സ്ട്രെസ്സും അതുപോലെ തന്നെ ലോസ് ഓഫ് ഡിഗ്നിറ്റി, എന്റെ ആത്മാഭിമാനം നഷ്ടപ്പെട്ടതുപോലെയും എനിക്ക് ഫീൽ ചെയ്യാണ്. എന്നിട്ട് അപ്പൊ ഇതാണ് കാരണം അല്ലെ, ഇതാണ് കാര്യങ്ങൾ, ആ പ്രശ്നം പറയാണ്. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ കത്തിനെ അല്ലെ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യണം. കൺക്ലൂഡ് ചെയ്യുന്നത് നോക്കി എങ്ങനെയാണെന്നുള്ളത്. ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യു ടു ലുക്ക് ഇൻ ടു മൈ സിറ്റുവേഷൻ. കണ്ടോ മക്കളെ, ഏത്
ഫോർമൽ ലെറ്ററോ ഫോർമൽ ഇമെയിലോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ ഒരു സെന്റൻസ് യൂസ് ചെയ്യാം. ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യു ടു ലുക്ക് ഇൻ ടു മൈ സിറ്റുവേഷൻ. എൻ്റെ ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ആൻഡ് ഗൈഡ് മീ ഓൺ പോസിബിൾ ലീഗൽ ഓർ ഡിപ്ലോമാറ്റിക് സൊല്യൂഷൻസ്. എനിക്ക് ആവശ്യമുള്ള നിയമപരമായിട്ടുള്ള സൊല്യൂഷൻസ് നിങ്ങൾ കണ്ടെത്തി തരണം. യുവർ സപ്പോർട്ട് വുഡ് ഹെൽപ്പ് മീ റീഗെയിൻ മൈ റൈറ്റ്സ് ആൻഡ് ലിവ് വിത്ത് സെൽഫ് റെസ്പെക്ട്. അല്ല, എന്താണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്നാണെങ്കിൽ എനിക്ക് എന്താണ് എനിക്ക് എൻ്റെ അവകാശങ്ങൾ വീണ്ടെടുക്കാനും അന്തസ്സോടുകൂടി ജീവിക്കാനും കഴിയുമെന്ന് പറയാണ്. എന്നിട്ട് നോക്കിയേ, ലാസ്റ്റ് നമ്മളിതാ കോംപ്ലിമെന്ററി ക്ലോസ് കൊടുക്കാണ്. താങ്ക് യു ഇൻ ആന്റിസിപ്പേഷൻ. അല്ലെ, എന്താണ് താങ്ക്സ് ഇൻ അഡ്വാൻസ് എന്ന് പറയാണ്. യോർ സിൻസിയർലി, പേര് കൊടുക്കുക, ഫത്താവ് ദയാം എന്നുള്ള പേര് തന്നെ കൊടുക്കാം. സെനഗലീസ് സിറ്റിസൺ റിസൈഡിങ് ഇൻ ഫ്രാൻസ്. എന്നിട്ട് എന്തെങ്കിലും അഡ്രസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതിന്റെ ആവശ്യം വലുതായിട്ടില്ല, പക്ഷെ ഇത്രയും കാര്യങ്ങളെങ്കിലും എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു ഇമെയിൽ ആകുമ്പം മറക്കാതെ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. സോ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ വേറൊരു ഇമെയിൽ ഒന്ന് അയച്ചു നോക്കുക കേട്ടോ. അല്ലെങ്കിൽ ഒരു ഇമെയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കി വെക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ പ്രിഫറൻസ് നാഷണൽ എന്ന് പറഞ്ഞ ലെസൺ നിങ്ങൾക്ക് സമ്മറി വേണം, അല്ലെങ്കിൽ ആ ലെസൺ ഒന്ന് അല്ലേ ഒരു ചെറിയൊരു ഒരു കുഞ്ഞു സമ്മറി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്തിടുക കേട്ടോ. എങ്ങനെയാണെങ്കിലും മിസ് നെക്സ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിന്നാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. നമുക്കിനി നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്. ബൈ.